എടാ മഞ്ചാടി നീ തന്നെ അല്ലടാ അവിടെ നിർത്തിയിട്ട് വന്നത്. പിന്നെ നീ ഇവിടെ വന്ന് ടെൻഷൻ അടിക്കുന്നതിനാ? മുരുക, എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. ഞാനും മഞ്ചാടിയും വീണ്ടും ഏതോ ട്രാപ്പിൽപ്പെട്ടതുപോലെ. ഏയ്, അങ്ങനെ തോന്നുന്ന കാര്യം എന്താ? മഞ്ചാടിയെ നിന്നെ രക്ഷിച്ചവരെ കസ്റ്റഡിയിലല്ലേ അവളിപ്പോൾ ഉള്ളത്. നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്താനായിരുന്നെങ്കിൽ അതവർക്ക് ആദ്യമേ ആവായിരുന്നില്ലേ? എനിക്ക് വേറെ ആരെയും സംശയമൊന്നുമില്ല. ആ സ്ത്രീയുടെ കാര്യത്തിലാ ഒരു ഡൗട്ട്, സുശീലാൻ്റിയുടെ. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് മഞ്ചാടി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവരുടെ ഓവർ ആക്ടിങ്ങോട് കണ്ടപ്പോൾ ആ സ്ത്രീ മഞ്ചാടിയെ വെച്ച് അവളുടെ വീട്ടുകാരുമായി വില വേശുമെന്ന് എനിക്കൊരു പേടി. എന്നുവെച്ചാൽ മഞ്ചാടി അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്ത് പകരം അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതാണോ? അതെ, സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്ത്രീയാണ്. അവർക്ക് അനന്തമാഷിനോട് നല്ല പകയുണ്ട്. ആ, അതൊക്കെ എനിക്കും അറിയാം. ആ പക അവർ തീർക്കുന്നത് നിന്റെയും മഞ്ചാടിയുടെയും കല്യാണം നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും ജീവ. അനന്തമാഷിനും കുടുംബത്തിനും അംഗീകരിക്കാൻ പറ്റാത്തൊരു കല്യാണം നടത്തി അവരെ അപമാനിക്കുക, അതാണ് സുശീലാൻ്റിയുടെ ലക്ഷ്യം. അവർ തമ്മിലുള്ള പകയും വിദ്വേഷം കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്ക് മഞ്ചാടിക്കുക. അല്ലാതെ നീ വിചാരിക്കും പോലെ വേറൊരുടായ്പും ഇതിനെ പേര് നടക്കാൻ പോകുന്നില്ല. ഉറപ്പാണോ? ഞാൻ ഗ്യാരണ്ടി. ആ സുശീലാൻ്റിയെ എനിക്കും കുറച്ചൊക്കെ അറിയാവുന്നതല്ലേ. അവർ വേറെ എന്തെങ്കിലും കളി ഇതിനകത്ത് കളിക്കുകയാണെങ്കിൽ അതിന് ഞാൻ തടയിട്ടോളാം. നീ വന്ന് കിടക്കാൻ നോക്ക്, വാ. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ അതൊക്കെ കുറ്റമായിട്ട് കാണുള്ളൂ എനിക്കറിയാം. പക്ഷേ എന്റെ പ്രവൃത്തി ദൈവം കാണുന്നുണ്ട്, എനിക്കത് മതി. ഞാൻ എന്തായാലും അനന്തമാഷിന്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതല്ലെന്ന് ഇന്ദ്രനറിയാം. ആ പെണ്ണിന് ആയുസുള്ളത് കൊണ്ട് ദൈവം ആ പാതിരാത്രി അവളെ ഞങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്നതാ. ഇപ്പൊ ഇതിൽ എന്റെ ഇന്ദ്രന്റെ ഒക്കെ റോൾ എന്താണെന്ന് സാക്ഷാൽ അനന്തമാഷിന് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾക്കത് മതി, അല്ലേ ഇന്ദ്രൻ? മഞ്ചാടിയെ രാത്രി അക്രമികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ പോലും പലർക്കും ഞങ്ങളോട് ശത്രുത ഉണ്ടാകാൻ ഇടയുണ്ടമ്മേ. അവരെയൊക്കെ പേടിക്കേണ്ട കാര്യം നമുക്കെന്താടാ? നമ്മൾ ഇടപെട്ടപ്പോ അനന്തമാഷ അവളെ അവളുടെ ആ ചെറുക്കനെയും സ്വതന്ത്രരായി വിടാൻ തയ്യാറായില്ലേ? നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ജീവൻരാജിനെയും മഞ്ചാടിയെയും അവരുടെ ഇഷ്ടത്തിന് വിട്ടത് പോലീസാ. അനന്തമാഷിന് അതിനെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. അതെ, എന്നിട്ടും അദ്ദേഹം അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ തയ്യാറാവാത്തത് ആ ബന്ധം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അപ്പൊ പിന്നെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാ ഞങ്ങളുടെ ചോദ്യം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ കല്യാണം നടത്തി കൊടുത്തിട്ട് എന്ത് നേട്ടാ? മഞ്ചാടിയെ രക്ഷിച്ചതിന്റെ അംഗീകാരം പോലും അവളുടെ കല്യാണം നടത്തി കൊടുത്താൽ തീരേ ഉള്ളൂ. ഓ, എനിക്ക് അതിൽ ആരുടെ അംഗീകാരവും അവാർഡും ഒന്നും വേണ്ട സോനെ. ഞാനേ 2 പിള്ളേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഇറങ്ങി പുറപ്പെട്ടത്. അതിന്റെ പുണ്യം എനിക്ക് ദൈവം തരും. ആ പിള്ളേർ 2 എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിലേ അവർ 2 ഒരുമിച്ച് മരിക്കുമെന്ന്. അതിന് ഞാൻ അവരെ വിട്ടുകൊടുക്കണോ? അല്ല, നിങ്ങളാണെങ്കിൽ അത് ചെയ്യൂ. അയ്യോ, മോൾ ഉണർന്നു, ഞാൻ നോക്കട്ടെ. സത്യം, വാ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കല്യാണം നടത്തിക്കൊടുത്ത അനുപമയുടെ ഭാഗത്തു നിന്ന് ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിലും അവള് നിന്നോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അവളെ പോയി കണ്ടിരുന്നു. നിന്റെ ഷോപ്പ് നിനക്ക് വിട്ടുതരികയാണെങ്കിൽ അവളുടെ അനിയത്തെ വിട്ടുകൊടുക്കാന്ന് വരെ ഞാൻ പറഞ്ഞു. പക്ഷെ അതിനുപോലും അവള് വഴങ്ങിയില്ല. ഇനി ഒന്നും നോക്കാനില്ല ഇന്ദ്ര. അനന്തമാഷിന്റെ ഇളയ മോള് ഇനി എന്നും നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവണം. അവളെ വെച്ച് എന്തൊക്കെ ആ കുടുംബത്തിനെതിരെ ചെയ്യാവോ അതൊക്കെ നമ്മൾ ചെയ്യും. നാളെ മുതലേ നിന്റെ അമ്മ അതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങാൻ പോവാ.
മോളി ഇതുവരെ ഉറങ്ങിയില്ലേ? കുറച്ചു ദിവസമായിട്ട് അലച്ചിലായിരുന്നല്ലോ. ഇനി നന്നായിട്ട് വിശ്രമിച്ചോ. ആ, ഇനി ഇവിടുന്ന് ആരും മോളെ പിടിച്ചോണ്ട് പോവില്ല. മോൾ എന്താ ആലോചിക്കുന്നേ? അച്ഛനെ കുറിച്ചും ചേച്ചിമാരെ കുറിച്ചുമാണോ? എനിക്കറിയാം ഇളയ കൊച്ചിനെ മാഷ എത്രമാത്രം ലാളിച്ചായിരിക്കും വളർത്തിയെന്ന്. മൂത്ത 2 ചേച്ചിമാരും നിന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്നായിരിക്കും വളർത്തിയത്. ആ, നീ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് അമ്മ മരിച്ചു പോയല്ലോ. ഇതൊക്കെ എന്തിനാ കുഞ്ഞമ്മ ഇപ്പൊ എന്നോട് പറയുന്നേ? ഞാൻ ഓർക്കുന്നത് അവരെയൊന്നല്ല. പിന്നെ അവനെയാണോ? കഴിഞ്ഞ വർഷം കോളേജിൽ പഠിക്കാൻ വന്നപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയ നിന്റെ കാമുകനെ. നിങ്ങൾ എന്തിനാ ഈ വയസ്സാങ്കാലത്ത് ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നേ? കാമുകൻ, അവന്റെ പേര് ജീവൻരാജ് എന്നാ. ഓ, അവന്റെ പേര് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ആ, ഒന്നുമില്ലെങ്കിൽ എന്റെ മുരുകന്റെ കമ്പനിക്കാരനല്ലേ. എന്റെ കൊച്ചുമോന്റെ പേര് പോലും ഓർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജീവൻരാജിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. കഷ്ടകാലത്തിന് ഒരിക്കൽ ഒരു കേസിൽ കുടുങ്ങിയെന്നുള്ളൂ. കോളേജിൽ നിന്ന് റാങ്ക് വാങ്ങി പാസ്സായ ആളെ ജീവൻ. എന്റെ കൊച്ചി, അതിലെന്ത് കാര്യം? അവന്റെ പഠിപ്പ് ഇതോടെ തീർന്നില്ലേ? പഠിപ്പ് തീർന്നെന്നോ? അവൻ ഹയർ സ്റ്റഡീസിന് പോവും. ഡിഗ്രി കഴിഞ്ഞ ഞാനും അവന്റെ ഒപ്പം പോവും. എങ്ങോട്ട്? നിങ്ങൾക്ക് 2 ആക്കും പറന്നു പോവാൻ ചിറകൊന്നുമില്ലല്ലോ.